നോബഡി, പൃഥ്വിരാജ് സുകുമാറിന്റെയും നിസാം ബഷീറിന്റെയും നോബഡി. 2024 ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത പ്രോജക്റ്റിലൊന്നാണ് നോബഡി. പടം എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും, തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും ടെക്നിക്കലി സൂപ്പർബ് ആയിട്ടുള്ള, അതായത് ഞാൻ റീസെന്റ് എന്നല്ല പറയേണ്ടത്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നിക്കൽ മൂവി എന്നാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിലും ടെക്നിക്കൽ സൈഡൊക്കെ പക്ക നമ്മൾ ഇതുവരെ കാണാത്ത കുറെ ക്യാമറ ആംഗിൾസ് വരുന്നു, മേക്കിംഗ് സ്റ്റൈൽ വരുന്നു, BGM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജെക്സ് ബിജോയൊക്കെ എടുത്തിട്ട് പൊളിക്കുകയാണ്. പൃഥ്വിരാജൊക്കെ, അതായത് ഈ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്യാനായിട്ട് പൃഥ്വിരാജ് എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്, പൃഥ്വിരാജിന്റെ കുറച്ച് പരിപാടീസ് ഉണ്ട്, അതൊക്കെ അങ്ങ് നമുക്ക് ടോപ്പ്. നിസാം ബഷീറിന്റെ മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി എല്ലാം കിഡിലോസ്കി ഒരു ഫസ്റ്റ് ഹാഫ്. അതായത് ഫസ്റ്റ് ഹാഫിന്റെ റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 5 out of 5 അങ്ങ് ഞാൻ കണ്ണും മുട്ടി കൊടുക്കും, അത്ര കിടിലായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ടെക്നിക്കൽ ബ്രില്യൻസ് ഒക്കെ, ടെക്നിക്കലി പടം അപ്പോഴും പക്കയാണ്, മേക്കിംഗ് വൈസും സെറ്റാണ്, ആക്ടിങ് വൈസും സെറ്റാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി പടം എനിക്ക് വർക്കാണ്. പടം കംപ്ലീറ്റ്ലി, അതായത് പടം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മുതലാണ്. അതായത് ഞാൻ ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ നമുക്ക് പടം സൂപ്പർബായിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് മുതലാവും. അത്ര കിഡുവായിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. റോഷാക്കിൽ നിസാം ബഷീർ എവിടെ നിർത്തിയോ ആ നിർത്തിയ പരിപാടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പടത്തിൻ്റെ തുടക്കം. അതായത് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരെഴുതി കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമുക്ക് എല്ലായിടത്തും ഉണ്ട്. ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അതായത് ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പടം നമ്മളത് കൺഫ്യൂസ്ഡ് ആക്കും ആ സമയത്ത് തന്നെ. ഇത് വേറെ വല്ല വോയിസ് ഓവർ ആയി പോയതാണോ എന്ന് നമുക്കൊരു തോട്ട് വരും. അവിടെ തൊട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറച്ച് പരിപാടീസ് ഉണ്ട്. തുടക്കത്തിൽ ഒരു കാർ ചേസ് സീനുണ്ട്, സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം പരിപാടി, ഒരു രക്ഷയില്ല. ആ ചേസ് അന്യായം. ആ ചേസ്, ഒരു ആക്സിഡന്റ് സീന്, പിന്നെ പൃഥ്വിരാജിന്റെ ഒരു പൃഥ്വിരാജ് അവിടെ തൊട്ട് പൃഥ്വിരാജ് പിടിക്കുന്ന ഒരു മാനറിസം ഉണ്ട്, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള. അത് കിടിലമായിരുന്നു. പൃഥ്വിരാജ് അത് ചെയ്തേക്കുന്ന രീതി ഒരു രക്ഷയില്ലാണ്ട്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ വന്നു പോകുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് സൂപ്പറായിട്ട് പറയേണ്ടത്. ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊളിച്ചു നിൽക്കുക. ടെക്നിക്കലി എല്ലാവരും, ജെക്സ് ബിജോയൊക്കെ കുറെ ഹിന്ദി സോങ്ങും കുറച്ച് നമ്മുടെ ഇംഗ്ലീഷ് റാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കത്തിക്കൽ പരിപാടിയാണ് മൊത്തത്തിൽ. നമ്മൾ സാധാരണ എപ്പോഴും കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിന് ഫസ്റ്റ് ഹാഫിൽ മൊത്തം നമുക്ക് തരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഓൾമോസ്റ്റ് അവർ അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫിൽ ആയപ്പോഴത്തേക്കും സ്ക്രിപ്റ്റിൽ വന്ന ചെറിയൊരു പാളിച്ച നമുക്ക് പടത്തിന്റെ എൻഡ് പ്രഡിക്റ്റബിൾ ആയി പോകുന്നുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ബാക്കി എല്ലാ രീതിയിലും എനിക്ക് പടം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി പടത്തിന്റെ പെർഫോമൻസ്, ഈ പാർവതി അറിയാമല്ലോ, പാർവതിയുടെ കാര്യം, എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും പാർവതി വർക്കല്ല. പക്ഷേ ആസ് ആൻ ആർട്ടിസ്റ്റ് പാർവതിയുടെ റോള് എപ്പോഴും കിടുവായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ആസ് യൂഷ്വൽ പാർവതി ഈ പടത്തിൽ പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. പിന്നെ ഈ പടത്തിൽ എനിക്ക് അശോകൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റോളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹക്കീം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റോളുണ്ട്. ഈ രണ്ട് സാധനം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായ. പൃഥ്വിരാജിന്റെ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് കിഡ്ലോസ്കി പെർഫോമൻസ് ആണ്. പാർവതിയും സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ അശോകന്റെയും ഹക്കീമിന്റെയൊക്കെ പരിപാടി നമ്മൾ സാധാരണ, അവർ സൂപ്പർ ആർട്ടിസ്റ്റുകളാണ്, പക്ഷെ അവർ ചെയ്തിരിക്കുന്ന സാധാരണ പരിപാടിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ഒരു നമ്മളെ കുറച്ച് രസിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നൈസായിട്ട് എനിക്ക് ആ പടം, അവരുടെ ക്യാരക്ടേഴ്സ് എനിക്ക് വർക്കായിട്ടുണ്ട്. പൃഥ്വിയുടെ കുട്ടികളായിട്ട് അഭിനയിച്ച 2 പേര്, അതിൽ ഏറ്റവും ഇളയ കൊച്ചായിട്ട് ചെയ്ത ആ കൊച്ചിൻ്റെ ചില ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നൈസ് സാധനങ്ങളാണ്. അതായത് ഈ പടം, പിന്നെ നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ പോലീസ് വേഷം, മധുബാൽ കണ്ട മധുബാലാണെന്ന് പറയൂല. കാരണം കുറേ ആളുകൾ നമ്മൾ ഈ താടിയും മുടിയും മീശയൊക്കെ വളർത്തിയ മധുബാലിനെ കണ്ടിട്ട് ഒരു പോലീസ്, ഒരു ക്ലീൻ ഷേവ് ലുക്കിൽ മധുബാൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സൗണ്ട് കേട്ടതാണ് ഇത് മധുബാലല്ലെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. ശങ്കർ രാമകൃഷ്ണൻ ഒരു എണ്ണ റോളാണ്. പുള്ളിക്കത് പറ്റുന്ന പരിപാടി തന്നെയാണ്. അത് പുള്ളിയാണ്ടത് ഈസി ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഫൈറ്റ് സീൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ലിഫ്റ്റിലെ ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു റോഡിൽ തന്നെ 1-2 ഫൈറ്റ് സീൻസ് ഉണ്ട്, ബസ്സിലെ ഫൈറ്റ് സീൻസ് ഉണ്ട്. ഈ ഫൈറ്റ് സീൻസ് ഈ പടത്തിൽ, അതായത് നായകൻ ചുമ്മാ കുറേ ആൾക്കാരെ ചുമ്മാ ഇടിക്കുകയല്ല. നായകനൊരു പിന്നെ അതിൻ്റെ നമ്മുടെ നായകൻ എത്ര ഇങ്ങനൊരു ഇടി കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടി എങ്ങനെ വന്നു എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല, അത് കാണിക്കുന്നുമില്ല. പക്ഷേ ആ നായകൻ്റെ ആ ഒരു ഇടി പരിപാടി അത് ഭയങ്കര വർക്കാണ്. അതായത്
കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഫൈറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു സ്കൂൾ ബസ്സിനകത്ത് കിടന്നിട്ടുള്ള ഒരു ഫൈറ്റും, ലിഫ്റ്റിലെ ഫൈറ്റും, ഒരു റോഡിലെ ഫൈറ്റ്, കുറേ ഫൈറ്റ് ഉണ്ട് പടത്തിൽ. ഈ സാധനമൊക്കെ നമുക്ക് ഭയങ്കര വർക്കായിട്ട് സാധനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പടം മൊത്തത്തിൽ ടെക്നിക്കൽ, അതായത് പൃഥ്വിരാജിൻ്റെ സാധാരണ എപ്പോഴും പൃഥ്വിരാജ് ചെയ്യുന്ന കുറേ മാനറിസംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ആസ് എ ആർട്ടിസ്റ്റ് പൃഥ്വി സൂപ്പറായിട്ട് ഈ പടം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഇത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ക്യാരക്ടറിനെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ നോബഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പിന്നീട് ഇത് ആരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു കഥ തന്നെയാണ്. ആ കഥയെ നമ്മൾ പല സിനിമയിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സാധനത്തെ വ്യത്യസ്തമായിട്ട് മേക്ക് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേക്കുക. അപ്പം നമുക്കിത് കാണുമ്പോഴത്തേക്ക് ഒരു പുതുമയുണ്ട് ഈ പടത്തിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ പടത്തിൻ്റെ കഥ നമ്മൾ എങ്ങോട്ട് പോകും, എങ്ങനെ അവസാനിക്കും എന്നുള്ളത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ എപ്പോഴും കാണുന്ന ഒരു എൻഡിങ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു പുതുമയുള്ള എൻഡിങ് ആയിരുന്നെങ്കിൽ ഞാൻ 10 out of 10 എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കിഡിലോസ്കി പടം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ തന്നെയും അതിൽ നമുക്ക് ഇത്തിരി കൂടെ നന്നായിരുന്നെങ്കിൽ എന്നൊരു തോട്ട് കൂടെ നമുക്കവിടെ വരുന്നുണ്ട്. ടെക്നിക്കൽ എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ജേക്സ് ബിജോയുടെ BGM ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ട് പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഓക്കെ. നിസാം ബഷീറിൻ്റെ മേക്കിംഗ്, നിസാം ബഷീർ തീ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി മേക്കിംഗ് ആണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത്. എനിവേ, നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് ഈ പടം ഒരു വെറൈറ്റി സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് 100% തിയേറ്ററിൽ പോയി കാണാം. സംഭവം പടം എനിക്ക് പേഴ്സണലി വർക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വൈസുള്ള സാധനം മാത്രമാണ് എനിക്കൊരു ലേശം, ബാക്കി എനിക്ക് കംപ്ലീറ്റ്ലി സിനിമ വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നോബഡി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം.